ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ കുറേ പേരുടെ സംശയങ്ങളൊക്കെ ഒന്ന് തീർക്കാച്ചിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ ബേസിക് ആയിട്ടുള്ള ഐറ്റംസ്, ഹെയർ ആക്സസറീസ് മേക്കിംഗ് ബിസിനസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ താല്പര്യമുള്ളവർക്കൊക്കെ പറ്റിയ അടിപൊളി വീഡിയോ ആണ്. അപ്പോൾ ഏതൊക്കെയെന്നൊക്കെ അറിയാത്തവർക്കൊക്കെ വേണ്ടിയിട്ട് പരിചയപ്പെടുത്താനും കൂടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ കാണുന്ന എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇത് ഫസ്റ്റ് വന്നിട്ട് ഇത് ഹെയർ ബാൻഡ് ബേസ് ഗോൾഡൻ കളർ, സിൽവർ കളർ, ബ്ലാക്ക് കളറിലുണ്ട്. ഇത് തിന്നായിട്ടുള്ള ഒരു ഹെയർ ബാൻഡ് ബേസ് കമ്പി ടൈപ്പിൽ. ഇതിൽ ബീഡ്സ്, ഗ്ലിറ്റർ ട്യൂബ്, നമുക്ക് ഏതൊക്കെ ഐറ്റംസ് ബീഡ്സൊക്കെ വെച്ചിട്ട് ചെയ്യാം, അടിപൊളിയായിട്ട് ചെയ്യാം. പിന്നെ വന്നിട്ടുള്ളത് ഇതാണ് അലിഗേറ്റർ ക്ലിപ്പ്. ഇത് ചെറിയ കുട്ടികൾക്കൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ചെയ്ത് ചെറുതും വലുതും ഒക്കെ ഉണ്ട്. ഇതാണ് ഗ്ലിറ്റർ ട്യൂബ്. ഇപ്പോൾ ഒരു ട്രെൻഡിങ് ഓടിക്കൊണ്ടിരിക്കുന്നതാണ്. ഇത് നമ്മൾ എൻ ബീഡ്സ് ആണ്. ഇത് പല സൈസിലുണ്ട്, ചെറുത് വലുത് ഒക്കെ ആയിട്ടുണ്ട്. ഇതിങ്ങനെ ഒരു കൊലകൊലായിട്ടുള്ളൊരു ബീഡ്സാണ്. നമുക്ക് ഡെക്കറേഷൻ വേണ്ടി സൈഡിൽ, ഫ്ലവേഴ്സിൻ്റെ സൈഡിലൊക്കെ കൊടുക്കാനുള്ള ഭംഗിയുണ്ടാവും, സെൻറ്ററിൽ കൊടുക്കാം. ഇത് ഫോമിങ് ഫ്ലവേഴ്സ്, മുമ്പ് കാണിച്ചത് ടിക് ടാഗ്, ചെറുത് വലുത്. ഇത് ഫോമിങ് ഫ്ലവേഴ്സ് ഈ ഒരു 4 കളേഴ്സിൽ എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്രയും ഐറ്റംസാണ്. പിന്നെ ഈ ഒരു ഗ്ലൂ, എല്ലാവരും ചോദിക്കുന്ന ഏത് ഗ്ലൂ ആണ് യൂസ് ചെയ്യുന്നത്. ഈ ഒരു ഗ്ലൂ ആണ് ഞാൻ യൂസ് ചെയ്യണത്. പിന്നെ നമുക്ക് ഇത് ഗൺ ഗ്ലൂ യൂസ് ചെയ്യാം, പെട്ടെന്ന് സ്റ്റിക്കായി കിട്ടും. പക്ഷെ അതുപോലെ തന്നെ അത് അധികം പേർക്കുമുള്ളൊരു കംപ്ലൈൻ്റ് ആണ്, അത് പെട്ടെന്ന് പോരുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ ഇത് കുറച്ച് ടൈം എടുക്കും ഈ ഒരു ഗ്ലൂ യൂസ് ചെയ്തിട്ട് സ്റ്റിക്കാവാൻ. പക്ഷെ പെട്ടെന്നൊന്നും ഇത് പോരില്ല. നമ്മൾ നല്ല പുഷ് ചെയ്ത് വലിച്ചാലേ അത് പോരുള്ളൂ. അപ്പോൾ ഈ ഒരു എൻ ബീഡ്സ് ഫസ്റ്റ് നമ്മൾ ഈ ഒരു ഗ്ലിറ്റർ ട്യൂബ് ഹെയർ ബാൻഡിന് വേണ്ടിയിട്ട് ഫസ്റ്റ് തന്നെ എൻ ബീഡ്സ് വെക്കണമെങ്കിൽ വെക്കാം, അല്ലെങ്കിൽ ലാസ്റ്റ് വെക്കാം. അപ്പോൾ ഈ ഒരു മെഷർമെൻറ്റിനനുസരിച്ച് ഒരു ഗ്ലിറ്റർ ട്യൂബ് കട്ട് ചെയ്തിട്ട് ഇതുപോലെ ചെയ്യാം. എന്നിട്ട് ലാസ്റ്റ് എൻ ബീഡ്സ് വെക്കാം. ഫസ്റ്റ് വെക്കണമെങ്കിൽ വെക്കാം. ഏറ്റവും സൂട്ടബിൾ ലാസ്റ്റ് വെക്കുന്നതാണ്. ഇനി ഞാൻ 2 പേള് വെച്ച് കൊടുക്കുന്നുണ്ട്. 2 സൈഡിൽ ഓരോ പേള് വെച്ചിട്ടാണ് എൻ ബീഡ്സ് വെക്കുന്നത്. എനിക്കൊരു വൃത്തിക്ക് വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ ചെയ്യാറ്. അപ്പോൾ ഈ ഒരു രീതിക്കാണ് നമ്മൾ ഗ്ലിറ്റർ ട്യൂബ് ഹെയർ ബാൻഡ് റെഡിയാക്കുക. അപ്പോൾ എല്ലാവർക്കും ഇത് മനസ്സിലായെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ കുറേ പേരുണ്ടാവും ഹെയർ ബാൻഡ് ആക്സസറീസ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ താല്പര്യമുള്ള കുറേ പേരുണ്ടാവും. വീട്ടിലിരുന്നിട്ടൊക്കെ ചെയ്യാനൊക്കെ ഒരുപാട് പേരുണ്ടാവും. എന്തെങ്കിലുമൊക്കെ തുടങ്ങാനൊക്കെ ആഗ്രഹിച്ചിരിക്കുന്നവർക്കൊക്കെ പറ്റിയിട്ടുള്ള അടിപൊളി ഒരു മേഖലയാണ് ഇതിൻ്റെ ഒരു മേഖല. അപ്പോൾ ഹോൾസെയിലായിട്ട് കിട്ടുന്ന ഷോപ്പുകളിലൊക്കെ പോയിട്ട് വേണം അങ്ങനെയുള്ളവരൊക്കെ സാധനങ്ങൾ എടുക്കാൻ. എന്നാൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഏൺ ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ കോഴിക്കോട് SM സ്ട്രീറ്റിൽ കുറേ ഷോപ്പുണ്ട്, ഇതാണ് ഞാൻ അറിഞ്ഞത്. അപ്പോൾ ആ ഭാഗത്തൊക്കെ ഉള്ളവർ അവിടെ പോയിട്ടൊന്ന് പർച്ചേസ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ താല്പര്യമുള്ളവരൊക്കെ ഈ ഒരു ഐറ്റം നമ്മൾ ഗൂഗിളിലൊക്കെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക. ഞാൻ അങ്ങനെയാണ് കണ്ടുപിടിച്ചത്. ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ട് കോഴിക്കോട് എവിടെയുള്ളത് സെർച്ച് ചെയ്തിട്ട് അങ്ങനെ എനിക്ക് കൊടുന്ന് തന്നതാണ്. അപ്പോൾ അതുപോലെ നിങ്ങളുടെ അടുത്തുണ്ടോ എന്ന് സെർച്ച് ചെയ്ത് നോക്കുക. എവിടെയെങ്കിലുമൊക്കെ അറിയാതെ ഷോപ്പൊക്കെ ഉണ്ടെങ്കിൽ അപ്പോൾ നിങ്ങളൊന്ന് സെർച്ച് ചെയ്ത് നോക്കാം. അപ്പോൾ ഈ ഒരു ക്ലിപ്പ് എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അലിഗേറ്റർ ക്ലിപ്പ് വെച്ചിട്ട് ഇപ്പോൾ ഒരു ക്ലിപ്പ് ഉണ്ടാക്കി. ഇനി നമുക്ക് ഈ ഒരു ക്ലിപ്പ് നമ്മളൊക്കെ വലിയവരൊക്കെ യൂസ് ചെയ്യുന്ന ഈ ഒരു ക്ലിപ്പ് വെച്ചിട്ട് കുട്ടികൾക്കും യൂസ് ചെയ്യാം. മുടിയൊക്കെ കുറേയുള്ള കുട്ടികൾക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ക്ലിപ്പും കൂടെ ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഫോമിങ് ഫ്ലവേഴ്സ് വെച്ചിട്ട് തന്നെ ഞാൻ കാണിക്കുക. എൻ്റെ ഒരു ഐഡിയക്ക് തോന്നിയിട്ട് ഞാൻ കാണിക്കാം. നമ്മൾ ഐഡിയക്ക് അനുസരിച്ച് നമുക്ക് പുതിയ മോഡൽസ് മേക്ക് ചെയ്തെടുക്കാൻ പറ്റും. നമുക്കൊരു ഐഡിയ തോന്നുകയാണെങ്കിൽ അതിനനുസരിച്ച് ചെയ്തെടുക്കാം. പഴയ മോഡൽ തന്നെ ഫോളോ ചെയ്യാതെ പുതിയ ഐറ്റംസ് എങ്ങനെ ചെയ്യാമെന്ന് ആണ് നമ്മൾ കണ്ടെത്തേണ്ടത്. അപ്പോൾ ആ ഒരു രീതിക്ക് എല്ലാവർക്കും കുറച്ച് ഐറ്റംസൊക്കെ വാങ്ങിയിട്ട് വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ബിസിനസ്സാണ് ഈ ഒരു ഹെയർ ആക്സസറീസ് ബിസിനസ്. അപ്പോൾ എല്ലാവരും താല്പര്യമുള്ളവരൊക്കെ ചെയ്യാം. അപ്പോൾ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് ഞാൻ മെറ്റീരിയൽസ് സെയിൽ ചെയ്യുന്നുണ്ടോ എന്ന്. ഞാൻ മെറ്റീരിയൽസ് സെയിൽ ചെയ്യുന്നില്ല, ഞാൻ ബുട്ടിക്ക് നടത്താണ്. അപ്പോൾ ബുട്ടിക്ക് ഞങ്ങൾ ഫ്രോക്ക് ഐറ്റംസൊക്കെ ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ എയർബോ, ഹെയർ ബാൻഡ്, അങ്ങനത്തെ ഓരോ ഐറ്റംസ്, ക്ലിപ്പ് ഐറ്റംസ് ഒക്കെ കസ്റ്റമർ പറയും ആ ഒരു ക്ലോത്ത് വെച്ച് തന്നെ ചെയ്യാൻ പറയും. അപ്പോൾ ആ ഒരു രീതിക്കാണ് ചെയ്ത് കൊടുക്കുന്നത്. ഇപ്പോൾ ഇങ്ങനത്തെ കുറച്ച് ഐറ്റംസും കൂടി ചെയ്യുന്നുണ്ട്.
അപ്പോൾ മെറ്റീരിയൽസ് നമ്മൾ സെയിൽ ചെയ്യണില്ല. അപ്പോൾ ഒരു ക്ലിപ്പ് എങ്ങനെയുണ്ട്, അടിപൊളിയല്ലേ? ഇനി നമുക്ക് മറ്റൊരു ഐറ്റംസും കൂടി നോക്കാം. ടിക് ടാക്ക് ക്ലിപ്പിൽ ഒരു വെറൈറ്റി, എനിക്ക് തോന്നിയിട്ടുള്ള ഒരു വെറൈറ്റിയിൽ ഞാൻ കാണിക്കുന്നതാണ്. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ ആരും മറക്കരുത്. അപ്പോൾ ഈ ഒരു പീസ് കട്ട് ചെയ്തിട്ട് അറ്റത്തൊന്ന് സ്റ്റിക്ക് ചെയ്യുക. പിന്നെ ഒരു യെല്ലോ കളറ് ഫോമിങ് ഫ്ലവർ വെച്ച് കൊടുക്കുക. അപ്പോൾ ഇത് എനിക്ക് നല്ല ഭംഗിയായിട്ട് തോന്നി. എങ്ങനെയുണ്ട് എല്ലാവരും കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഇതുപോലെ കുറച്ച് ഐറ്റംസൊക്കെ വാങ്ങിയിട്ട് നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എല്ലാവരും ഈ ഐറ്റംസൊക്കെ ചെയ്ത് നോക്കുക. അപ്പോൾ എല്ലാവരും ഒരുവിധം ഡൗട്ട് കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ മെറ്റീരിയൽസ് എടുക്കുന്നത് കോഴിക്കോട് നിന്നാണ്. എനിക്ക് വേറെ എവിടെയൊക്കെ ഉണ്ടെന്ന് വലിയ ഐഡിയ ഇല്ല. പിന്നെ കുറേ ഇൻസ്റ്റാഗ്രാമിൽ കുറേ പേജസ് ഉണ്ട് ഇങ്ങനെ സെയിൽ ചെയ്യണേ. അങ്ങനെയൊക്കെ വേണമെങ്കിൽ വാങ്ങാം. അപ്പോൾ ഓക്കെ, അടുത്ത വീഡിയോ കാണാം.